ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലൊരു കിടില റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുമ്പോഴേക്കും ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയായി ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ഒരു 5-6 ഇഡ്ഡലിയാണ്. അത് നീളത്തിൽ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിനു വേണ്ടി മസാല ആക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നീട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മൾ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മുളക് തന്നെയാണ് ഇതും. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തൂക്കി കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഇഡ്ഡലി മുളകിലേക്ക് മുക്കി ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എല്ലാ ഇഡ്ഡലിയും കൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും അടിഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഈ റെസിപ്പി എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ എല്ലാ ഇഡ്ഡലിയും കൂടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാനും സൂപ്പറാണ്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണിത്. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.